Good morning. Good morning, ma'am. Housekeeping service അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തേ. എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയത്? ഓർഗനോഗ്രാം കംപ്ലീറ്റ് ആയിരുന്നോ? ഓക്കെ, കംപ്ലീറ്റ് ആയിരുന്നു അല്ലേ? അവിടെ വരെയും ക്ലിയർ ആണോ? Okay. Then next, facilities and space requirements. എന്തൊക്കെ ഫെസിലിറ്റികളും സ്പേസ് റിക്വയർമെന്റ്സും ആണ് ഉള്ളത്? ഒരു ഹൗസ് കീപ്പിംഗ് സർവീസ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സൗകര്യങ്ങളും എന്തൊക്കെ സ്ഥല പരിമിതികളുമാണ് ആവശ്യമായിട്ട് വരുന്നത്? അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഫെസിലിറ്റികൾ വേണം, എന്തൊക്കെ സ്പേസസ് വേണം, അതാണ് പറയുന്നത് കേട്ടോ. നോക്കിയേ, the following facilities and spaces are needed for housekeeping. ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും സ്ഥലവുമാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. നമ്മുടെ HOD ഹെഡ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ഓഫീസ് കൊടുക്കും അല്ലെ? ഓഫീസ് ഫോർ ദ എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ. എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. രണ്ടാമത്തത് ഏരിയ ഫോർ ക്ലറിക്കൽ വർക്ക്. ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ക്ലറിക്കൽ ജോലികളും, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഡേ ടു ഡേ ഓഫീസ് ജോലികൾ മുതലായിട്ടുള്ള ക്ലറിക്കൽ ജോലികൾ ചെയ്യാനായിട്ട് ഒരു ഏരിയ വേണം. Then office for the assistant executive housekeeper and desk for office space for supervisors. ആർക്കൊക്കെയാണ് രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്ന ആളുകൾ അല്ലെ? അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഓഫീസ് സ്പേസ് ആർക്കാ വേണ്ടത്? ഒരു സൂപ്പർവൈസറിനും വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഡെസ്ക് ഉണ്ടായിരിക്കണം. And it is desirable that the floor supervisors are physically located in their concerned area of supervision where the personnel under their work. അതായത് ഇവിടെ നമ്മുടെ ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിനും ഒരു ഓഫീസ് സ്പേസ് സൂപ്പർവൈസറിനും അല്ലെങ്കിൽ ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഓഫീസ് സ്പേസ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ? ഈ പറയുന്ന സൂപ്പർവൈസേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കീഴിലല്ലേ മറ്റ് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് അല്ലെ? അവരുടെ കീഴിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ അവര് വേറൊരു ഓഫീസ് ഇട്ട് ദൂരെയൊക്കെ മാറിപ്പോയിരുന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? എന്താണത് റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? പറ്റില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസേർവ്, അതായത് ഫ്ലോർ സൂപ്പർവൈസറിന്റെ അഭികാമ്യമായിട്ടുള്ള ഒരു ഓഫീസ് ഇടം എന്ന് പറയുന്നത് അവരുടെ ഫിസിക്കലി ലൊക്കേഷൻ എവിടെയായിരിക്കണം? അവര് മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവിഷൻ നടത്തുന്ന ബന്ധപ്പെട്ട ഏരിയ ഏതാണോ, ഏത് ജീവനക്കാരെയാണോ അവർ മേൽനോട്ടം വഹിക്കുന്നത് അവിടെയായിരിക്കണം അവരുടെ ലൊക്കേഷൻ വരേണ്ടത് അല്ലെ? അവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലല്ലേ അവർക്ക് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാനും ആവശ്യമായ നിർദ്ദേശങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അല്ലാതെ അവർ ഒരുപാട് ദൂരെ ഓരോ ഫ്ലോറിലും ഇങ്ങനെയുള്ള സൂപ്പർവൈസേഴ്സ്, ഫ്ലോറിന്റെയും സൂപ്പർവൈസേഴ്സ് ചെയ്യുന്ന ആളുകള് ആ ഫ്ലോറില് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കണം അവരുടെ ലൊക്കേഷൻ വരേണ്ടത്. ക്ലിയർ ആണോ? Then storage room for housekeeping equipment. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് റൂം അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം. Then storage for housekeeping supplies. ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വെക്കാനായിട്ട് ഒരു സ്റ്റോറേജ് റൂം ഉണ്ടായിരിക്കണം. Then housekeeping janitors closets on all floors throughout the hospital equipped with closings and space and shelves for housekeeping equipment, carts, buckets and supplies. എന്താണ് ഒരു janitors closet? എന്താണ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഒരു പേര് കേട്ടിട്ടുണ്ടോ? ജാനിറ്റേഴ്സ് ക്ലോസറ്റ് കേട്ടിട്ടുണ്ട്. എന്താണ് ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാല്? നമ്മുടെ സാധാ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഒരു ക്ലോസറ്റ് അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് എന്ന രീതിയിലല്ല ഇവിടെ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. ജാനിറ്റേഴ്സ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഹൗസ് കീപ്പിംഗ് റൂമാണ്.
ഹൗസ് കീപ്പിംഗ് റൂം ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അത് എല്ലാ നിലകളിലും ഈ പറയുന്ന ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകള് എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം എന്നാ പറയും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂം? അതെ, എക്യുപ്മെന്റ്സുകള്, അവിടുത്തെ ക്ലീനിങ് സാധനങ്ങള് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെ. അപ്പൊ നിലങ്ങളിലേക്കും ഇതുപോലെയുള്ള ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകള് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആ ഹോസ്പിറ്റൽ എക്യുപ്മെന്റുകൾ സജ്ജമാക്കി നൽകുക. ദെൻ എന്താ? വിത്ത് ഫ്ലോർ സിങ്കുകൾ, ഫ്ലോർ സിങ്കുകൾ നന്നായി കാരണം കഴുകി തുടച്ച് നമുക്ക് വൃത്തിയാക്കി ഇടേണ്ടതാണ് അല്ലെ. അപ്പൊ ഫ്ലോർ സിങ്കുകൾ വേണം. അതുപോലെ തന്നെ സ്പേസ് ആൻഡ് ഷെൽഫ് ഫോർ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വെക്കാനായിട്ട് കാർട്ടുകൾ എന്ന് പറഞ്ഞ വണ്ടികൾ, നമുക്ക് ഈ പറയുന്ന ബക്കറ്റും കാര്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് വണ്ടികൾ വേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ കാർട്ടുകള്, അതുപോലെ ബക്കറ്റ്സ്, അതുമായി ബന്ധപ്പെട്ട സാധനങ്ങള് ഇവ വെക്കാനും അതുപോലെ വിൽക്കാനായിട്ടുള്ള ഒരിടം വേണം. അല്ലെങ്കിൽ ഷെൽഫുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്ത് കൊടുത്തിരിക്കണം? അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കണം. And as a part of daily routine, the supplies for daily use on the floors and the department should be delivered to their closets directly. അതായത് ഇപ്പൊ നമുക്ക് ഓരോ നിലകളിലും ഇങ്ങനെയുള്ള ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെ, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ദിവസേനയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല? ഒരുപാട് ദൂരെ നിന്നും സാധനങ്ങൾ കളക്ട് ചെയ്യുമെന്ന് വേണ്ട. ഈ പറയുന്ന സ്റ്റോർ റൂമിൽ അല്ലെങ്കിൽ ആ ഒരു ഹൗസ് കീപ്പിംഗ് റൂമിൽ നിന്നും ഡയറക്ട്ലി ആ ഫ്ലോറിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ആവശ്യത്തിനനുസരിച്ച് ദിവസേന ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിതരണം ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കും. ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ് പറഞ്ഞാൽ ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലിൽ വേണ്ട സൗകര്യങ്ങളും സ്ഥലങ്ങളുമാണ് പറയുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞത് ഒരു എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. അതുപോലെ ക്ലറിക്കൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പറിന് ഒരു ഓഫീസ് വേണം. ഫ്ലോർ സൂപ്പർവൈസറിന് ഒരു ഓഫീസ് വേണം. അതെപ്പോഴും ഡിസൈറബിൾ ആയിട്ടുള്ള അഭികാമ്യമായിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അവരുടെ കീഴില് അവര് മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ അവര് സൂപ്പർവൈസ് ചെയ്യുന്ന അവിടുത്തെ എംപ്ലോയീസ് എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ബന്ധപ്പെട്ട ഏരിയയിൽ തന്നെയായിരിക്കണം ഇവരുടെ ലൊക്കേഷനും വരേണ്ടത്. അതാണ് കുറച്ചുകൂടി അഭികാമ്യമായിട്ടുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ ഇടം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് പറയുന്നത് ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഇടം വേണം, സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഇടം വേണം. എല്ലാ നിലകളിലേക്കും ജാനിറ്റേഴ്സ് ക്ലോസറ്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് റൂമുകൾ സജ്ജമാക്കി നൽകണം. ഫ്ലോർ സിങ്കുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ സ്പേസ് ആൻഡ് ഷെൽഫുകള്, ആ ഒരു എക്യുപ്മെന്റ്സ് വെക്കാൻ സ്പേസ് വേണം, കാർട്ടുകൾ വെക്കാൻ സ്പേസ് വേണം. അതുപോലെ ബക്കറ്റ് ആൻഡ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫുകൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അവരുടെ ഓരോ നിലകളുടെയും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റുകളുടെ ദിവസേനയുള്ള ഹൗസ് കീപ്പിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ദൂരെയൊന്നും പോവാതെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു ക്ലോസറ്റ് അല്ലെങ്കിൽ ഈ ഒരു റൂമിൽ നിന്ന് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ? ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്സ്. ഓക്കെ, അടുത്തത് ഫങ്ഷൻസ് ആണ്.
ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. Okay, the department is accountable for various tasks. ഈ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് പല ടാസ്കുകൾക്കും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. The following are some of the functions. താഴെ പറയുന്നവയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഡെയിലി ക്ലീനിങ്, ദിവസേനയുള്ള ക്ലീനിങ് ചെയ്യുക എന്ന് പറയും. This consists of sweeping and mopping floors. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ദിവസേന വൃത്തിയാക്കാറുണ്ട് അല്ലെ, ക്ലീൻ ചെയ്യാറില്ലേ? ദിവസേന അടിച്ചു വാരി നമ്മൾ തുടച്ചിടും അല്ലെ. അതാണ് എന്താണ് സ്വീപ്പിംഗ്, മോപ്പിംഗ് ഫ്ലോർസ്, ഡസ്റ്റിംഗ് അല്ലെ. പൊടികളൊക്കെ തട്ടിക്കളയാറുണ്ട് ഫർണിച്ചറുകളുടെയോ കാര്യങ്ങളുടെയോ ഒക്കെ പൊടികൾ നമ്മൾ ദിവസേന തട്ടിക്കളയാറുണ്ട്. ക്ലീനിങ് ഫിക്സ്ചർ വാൾസ്, ഫിക്സ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന ഭിത്തികളിലൊക്കെ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ ഗ്ലാസിന്റെ ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ തുടച്ചിടും അല്ലെ. കണ്ടിട്ടുണ്ടോ അത്? ഗ്ലാസ് വെച്ചിട്ടുള്ള ഭിത്തികളോ എന്തെങ്കിലും വാൾസ് ഒക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും അവർ ദിവസേന അത് ടച്ച് ചെയ്ത പാടൊന്നും കാണാതിരിക്കാൻ വേണ്ടി തുടച്ചിടാറുണ്ട്. അതുപോലെ സീലിങ്ങുകൾ കൃത്യമായിട്ട് വൃത്തിയാക്കും. വിൻഡോസ് ആൻഡ് ബാത്റൂമുകള്, അതുപോലെ എംറ്റി ട്രാഷ്, നമ്മുടെ ചവറ്റുകുട്ടകളൊക്കെ എന്ത് ചെയ്യും? എംറ്റി ആക്കിടും, ഒഴിച്ചിടും. അപ്പൊ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി മാറ്റി പകരം പുതിയ വരണം, അല്ലെങ്കിൽ അതിൽ തന്നെ അതേ ബോക്സ് തന്നെ ബക്കറ്റ് തന്നെ എന്ത് ചെയ്ത് ആ ഒരു ചവറ്റുകുട്ട തന്നെ പുതിയ കവറൊക്കെ വെച്ച് കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്ത് വെക്കും അല്ലെ. ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റേഴ്സ് ഇൻ നഴ്സിംഗ് സ്റ്റേഷൻ. നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റേഴ്സ് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ എന്താ? നമ്മുടെ ഇന്നത്തെ വീടുകളിലെ ഫ്രിഡ്ജുകളിൽ ഐസ് കട്ട പിടിക്കാറില്ലേ? അപ്പൊ അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അത് ഡീഫ്രോസ്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അമർത്തിയാൽ മതിയല്ലോ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഡെയിലി ക്ലീനിങ്ങുകളാണ് ഈ ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട് ദിവസേനയുള്ള ക്ലീനിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് ഇത്. എന്താണ്? സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, തറകൾ തൂത്തുവാരി വൃത്തിയാക്കി തുടച്ചിരുന്നു. ഡസ്റ്റിംഗ്, പൊടികൾ തട്ടിക്കളയുന്ന ഫർണിച്ചറിന് മുകളിലായിട്ടുള്ളതാവാം, അല്ലാതെയുള്ള പൊടികളൊക്കെ തട്ടിക്കളയുന്നു. അതുപോലെ ഫിക്സ്ഡ് ആയിട്ടുള്ള വാൾസ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഭിത്തികളിലെ വൃത്തിയാക്കുന്നു. സീലിങ്ങുകൾ വൃത്തിയാക്കുന്നു. വിൻഡോസും ബാത്റൂമുകളും വൃത്തിയാക്കുന്നു. അതുപോലെ തന്നെ ചവറ്റുകുട്ടകള് എംറ്റി ആയിട്ട് ഒഴിച്ച് ഇടുന്നു. വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കളഞ്ഞ് എംറ്റി ആയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നു. ആ ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നഴ്സിംഗ് സ്റ്റേഷൻ. നഴ്സിംഗ് സ്റ്റേഷനിലുള്ള റെഫ്രിജറേറ്റേഴ്സ് ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതിൽ ഐസ് മാറ്റി ക്ലീൻ ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? ഡെയിലി ക്ലീനിങ് ക്ലിയർ ആണോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത്. അടുത്തതാണ് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ് ഇപ്പൊ നമ്മുടെ വീട്ടിലും ചില കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറില്ല. ചില ക്ലീനിങ് നമ്മൾ ഒന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇടയ്ക്കിടയ്ക്കല്ലേ ചെയ്യാറ്? അത് തന്നെ പീരിയോഡിക് ക്ലീനിങ്, ആനുകാലികമായിട്ടുള്ള ശുചീകരണം. അതെന്തൊക്കെയായിരിക്കും? ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്. എന്താ? നമ്മുടെ ജനാലകളൊക്കെ എല്ലാ ദിവസവും കഴുകും. ഇടയ്ക്ക് പൊടി കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ആവാം, അല്ലെങ്കിൽ മാസത്തിൽ 2 ദിവസം ആവാം അല്ലെ. നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ചെയ്യുള്ളൂ അല്ലെ. ജനാലകൾ കഴുകി വൃത്തിയാക്കുന്നത്. അതുപോലെ തന്നെ വാക്സിംഗ് ഫ്ലോർസ് എന്ന് പറഞ്ഞാല് ഈ ഫർണിച്ചറുകളോട്, അത് കൂടുതൽ ഫർണിച്ചർ ഉള്ളിടത്താണ്. ഫർണിച്ചർ ഒക്കെ വെച്ച് എന്താണ് നമ്മുടെ ഫ്ലോർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നിടത്താണെങ്കിൽ അത് കുറെ നാൾ കഴിയുമ്പോൾ അത് എന്ത് ചെയ്യാറുണ്ട്? കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതൊരു മങ്ങല് വരും. അപ്പൊ അങ്ങനെ മങ്ങല് വരുമ്പോൾ അതിൻ്റെതായ കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ അത് തുടച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ നല്ല ഷൈനിങ് ആയിട്ട് തോന്നുന്നത്, ഷൈൻ ചെയ്യുന്ന രീതിയിൽ അത് ബ്രൈറ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് ഈ വാക്സിംഗ് ഫ്ലോറുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പൊ നമ്മുടെ ടൈൽസ് ആണെങ്കിലും അതിൻ്റെതായ ലിക്വിഡ്സും കാര്യങ്ങളും ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷൈനിങ് ബ്രൈറ്റ്നസ് കാണാൻ പറ്റും അല്ലെ. അതുപോലെ ക്ലീനിങ് കാർപ്പറ്റ്സ്, നമ്മുടെ പലവിധാണെങ്കിൽ കാർപ്പറ്റുകളൊക്കെ വൃത്തിയാക്കും. നമ്മുടെ വീട്ടിലും കാർപ്പറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അത് എല്ലാ ദിവസവും നമ്മൾ എടുത്ത് കഴുകാറുണ്ടോ? ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഏറ്റവും മുഷിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ, എത്രയധികം അഴുക്കാവുമ്പോഴാണ് നമ്മൾ അത് എടുത്ത് കഴുകുന്നത്. കാരണം എല്ലാ ദിവസവും കഴുകാൻ പറ്റുന്നൊന്നല്ല. ഡസ്റ്റിംഗ് ഹൈ സീലിംഗ്, വളരെ ഉയരത്തിലുള്ള സീലിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഫാനിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ കുറെ അധികം മാറാലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പൊടി തട്ടിക്കളയാന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ. അപ്പൊ അതിൻ്റെതായ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെതായ എന്തെങ്കിലും എന്താണ് സ്റ്റെയറൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ അതൊന്ന് ചെയ്ത് വൃത്തിയാക്കാൻ നോക്കും. അത് ചേഞ്ചിങ് ഡ്രേപ്പറീസ്, എന്താ? തുണിത്തരങ്ങള് വൃത്തിയാക്കാം, മാറ്റാം. നമ്മുടെ തുണികളൊക്കെ മാറ്റി വൃത്തിയാക്കാം.
ഇപ്പൊ നമ്മുടെ ബെഡ്ഷീറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കർട്ടന്റെ ഒക്കെ വാൾസ്, കർട്ടന്റെ ഒക്കെ തുണികൾ മാറ്റി വൃത്തിയാക്കുന്നത് പോലെ തന്നെ ഡ്രേപ്പറീസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് മുതലായിട്ടുള്ള കാര്യങ്ങള് മാറ്റി വൃത്തിയാക്കാം. പിന്നെ അത് പീരിയോഡിക് ക്ലീനിങ് അല്ലെങ്കിൽ ആനുകാലിക ശുചീകരണത്തിൽ വരുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയായിരുന്നു? വിൻഡോസ് വാഷ് ചെയ്യുന്നു, ഫ്ലോർസ് വാക്സിങ് ചെയ്യുന്നു, ക്ലീനിങ് കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്നു, ഹൈ സീലിംഗ് ആയിട്ടുള്ള ഇടങ്ങളിൽ ഡസ്റ്റുകൾ, പൊടികൾ കളയുന്നു, ഡ്രേപ്പറീസ് അല്ലെങ്കിൽ തുണിത്തരങ്ങൾ മാറ്റുന്നു. ക്ലിയർ ആണോ? പീരിയോഡിക് ക്ലീനിങ് ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് സ്ഥലങ്ങളില് ഇതുപോലെ മാലിന്യങ്ങൾ ഇടാനുള്ള ചവറ്റുകുട്ടകൾ വെച്ചിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വേസ്റ്റുകളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ വേസ്റ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദിസ് കൺസിസ്റ്റ് ഇൻക്ലൂഡ് കളക്ടിങ് ട്രാഷ് ആൻഡ് ഗാർബേജസ്. ഈ പറയുന്ന ചവറ്റുകുട്ടകളും മാലിന്യങ്ങളും ഹോസ്പിറ്റലിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത് അതെന്ത് ചെയ്യുന്നു? മൂവിംഗ് ദം ടു ദ ഇൻസിനറേറ്റർ ഡംപ്സ്റ്റർ, എ വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബിഷ്. എന്ന് വെച്ചാൽ എന്താ? ഈ പറയുന്ന അഴുക്കുകൾ അല്ലെങ്കിൽ വേസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കണ്ടെയ്നർ, ഇപ്പൊ അത് കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് ഇൻസിനറേറ്റഡ് ഡംപ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കത്തിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള വലിയ കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഹോസ്പിറ്റലിലെ. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലിലുള്ള മറ്റ് ഇടങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള ട്രാഷ് അല്ലെങ്കിൽ ചവറ്റുകുട്ടകളും അതുമായി ബന്ധപ്പെട്ട വേസ്റ്റും ഒക്കെ കളക്ട് ചെയ്ത് അതിന്റെ ആ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ലാർജ് ആയിട്ടുള്ള ഈ കണ്ടെയ്നറുകളിലേക്ക് കത്തിച്ചു കളയാൻ വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവലിൽ പറയുന്നത്. ക്ലിയർ ആണോ? ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ ഇതൊക്കെ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ചെയ്യുന്നതാണ് അല്ലെ? നിങ്ങൾ കണ്ടു കാണും ചെയ്യുമ്പോ അവരല്ലേ വേസ്റ്റ് ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. ഞാൻ അടുത്തതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. എന്തായിരിക്കും ഡിസ്ചാർജ് ക്ലീനിങ്? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യന്റിന്റെ റൂം എന്ത് ചെയ്യുന്നു? മറ്റൊരു പേഷ്യന്റിന് വേണ്ടി റെഡിയാക്കി കൊടുക്കുന്നതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത് അല്ലെ? Okay, this includes the cleaning the patient room after discharge transfer of a patient and making it ready for another patient. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ, ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പേഷ്യന്റിന്റെ റൂം എന്ത് ചെയ്യുന്നു? നമ്മൾ മറ്റൊരു പേഷ്യന്റിന് ഉപയോഗിക്കാനായിട്ട് ഉള്ള ഒരു രീതിയിൽ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി, മറ്റൊരു പേഷ്യന്റിനെ ഉപയോഗിക്കാൻ വേണ്ടി അത് തയ്യാറാക്കി കൊടുക്കുന്നതിനെയാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെറ്റ്സ്. അതായത് ഹോസ്പിറ്റലിലെ വിവിധ ഇടങ്ങളില് ഇപ്പൊ സ്റ്റോർ റൂം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ എന്തുണ്ടാവും? ചെറിയ പ്രാണികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കീടങ്ങള്, പെസ്റ്റുകൾ കാര്യങ്ങൾ ഉണ്ടാവാം അല്ലെ? കീടങ്ങൾ ഉണ്ടാവാം, ചെറിയ പ്രാണികൾ ഉണ്ടാവാം. അതിനെയൊക്കെ എക്സ്റ്റർമിനേറ്റ് ചെയ്യലിൽ നശിപ്പിക്കുക. ആറാമത്തെ ഫംഗ്ഷൻ ആണ് പ്രിവെന്റിംഗ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ. എന്താ? ഒരു സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻസ്, അണുബാധ പടരുന്നത് തടയുക. ആ എൻഷുറിംഗ് കണ്ടീഷൻ ഫോർ ഗുഡ് പേഷ്യന്റ് കെയർ, നല്ല രോഗി പരിചരണത്തിനുള്ള ഒരു സാഹചര്യം അതിലൂടെ ഉറപ്പുവരുത്തുകയും ചെയ്യുക. അപ്പോ എന്താണ് സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ? ഇൻഫെക്ഷൻ പടരുന്നത് തടയുക, അതിലൂടെ എന്തുറപ്പുവരുത്തുക? ഗുഡ് പേഷ്യന്റ് കെയർ, രോഗികൾക്ക് നല്ല പരിചരണം കിട്ടുന്നുണ്ട്, ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഏഴാമത്തതാണ് വാട്ടറിംഗ് ഇൻഡോർ പ്ലാന്റ്സ്. ഇൻഡോർ പ്ലാന്റുകൾക്ക് വെള്ളം ഒഴിക്കുക. കണ്ടിട്ടില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ഇൻഡോർ പ്ലാന്റുകൾ വെക്കാറുണ്ട് അല്ലെ? വെക്കാറില്ലേ? അതുപോലെ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും ഇൻഡോർ പ്ലാന്റുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റ്സിന് വാട്ടറിങ് ചെയ്യുക, വെള്ളം ഒഴിക്കുക, ഇതൊക്കെ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയ എണ്ണം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. Fifth point.
എക്സ്റ്റർമിനേറ്റിംഗ് ബഗ്സ് ആൻഡ് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും കീടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുപ്രാണികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ എന്ത് ചെയ്യുക, നശിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇവരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാവാം അല്ലെ. സ്റ്റോർ റൂമുമായി ബന്ധപ്പെട്ട ഇങ്ങനെയുള്ള പ്രാണികളോ അല്ലെങ്കിൽ പെസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാമല്ലോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, നശിപ്പിച്ചു കളയുക, അതിലേക്ക് ഒഴിവാക്കുക. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആണോ അത്? ഓക്കെ, അടുത്തതാണ് 7th പോയിന്റോ. 7th പോയിന്റ് ഈച്ചകളെയൊക്കെ നശിപ്പിക്കും. എല്ലാം ഉൾപ്പെടാം കേട്ടോ. കീടങ്ങള്, ഈച്ചകൾ, അങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടാം. ഇപ്പൊ ചിലപ്പോ പാറ്റകൾ ഉണ്ടാവും, ചെറിയ പ്രാണികൾ ഉണ്ടാവും, അതെല്ലാം വരുന്നുണ്ട്. 7th പോയിന്റിൽ പറയുന്നത് വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്. ഇപ്പൊ നമ്മൾ വീടുകളുടെ ഉള്ളിലും പ്ലാന്റ്സ് വെക്കാറില്ലേ, ഇൻഡോർ പ്ലാന്റ്സ് വെക്കാറില്ലേ? അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഇപ്പൊ ഹോസ്പിറ്റലിൽ വെക്കുന്ന, ഹോസ്പിറ്റലിനകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ, അങ്ങനെ ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവണമെന്നില്ല, ഉണ്ടെങ്കിൽ അതിന് വെള്ളം ഒഴിക്കുക. ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്ററോ? റെഫ്രിജറേറ്റേഴ്സ് ഇപ്പൊ നമ്മുടെ റെഫ്രിജറേറ്ററിനകത്ത് ഐസ് പിടിക്കാറില്ലേ? ഐസ് പിടിക്കാറില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാറ്? ഐസ് പിടിക്കുമ്പോ ഒരു സ്വിച്ച് ഉണ്ടാവും ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. കട്ട പിടിച്ച ഐസൊക്കെ പോവാൻ വേണ്ടിയിട്ട് ചെയ്യാറില്ലേ വീട്ടില്? ഫ്രിഡ്ജിലൊക്കെ ഐസ് പിടിക്കുമ്പോ ഒരു ബട്ടൺ പ്രസ് ചെയ്യില്ലേ? അതുപോലെ തന്നെ ഇവിടെയും ദിവസേന അപ്പൊ മരുന്നുകളൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ കട്ട പിടിക്കാനും പാടില്ല, കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ വേണമെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ അത് എന്ത് ചെയ്യും, കൂടുതൽ ഐസ് ആയിട്ടുള്ളതൊക്കെ മാറ്റി ഡീഫ്രോസ്റ്റ് ചെയ്യണം. ഒരു റെഫ്രിജറേറ്റർ ഐസ് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ബാധിക്കുമ്പോ ടെക്സ്റ്റ്. അടുത്തതാണ് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. 2 ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഇൻഹൗസ് സർവീസസും രണ്ടാമത്തത് ഔട്ട്സോഴ്സിംഗ് സർവീസസും. ഇൻഹൗസ് സർവീസ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം, ഇൻഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസും. ഇവിടെ ഹൗസ് കീപ്പിംഗ് സർവീസുകൾ ചെയ്യുന്നത് ആരായിരിക്കും? ഒരു ഇൻഹൗസ് സർവീസിലാവുമ്പോ ആരായിരിക്കും? ഇൻഹൗസ് സർവീസ് പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. ഹോസ്പിറ്റലുള്ള ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ജോലി ഏൽപ്പിക്കുന്നത് അല്ലെ. ഹോസ്പിറ്റലിൽ നിലവിലുള്ള ജീവനക്കാരെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹൗസ് കീപ്പിങ്ങിന് വേണ്ടിയുള്ള ജോലി ഏൽപ്പിക്കുന്നത്. ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസ് ആവുമ്പോഴോ, ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുമ്പോഴോ ഈ ജോലി ചെയ്യുന്നതിനായിട്ട് പുറത്തു നിന്നുള്ള ആളുകളെയാണ് അല്ലെ. അതായത് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു കരാറുകാരനെയോ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന ഒരു രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു കരാറുകാരനെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഒക്കെ ഈ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കുന്ന രീതിയാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ്. പുറത്തു നിന്നുള്ള ഏജൻസികളെ ഏൽപ്പിക്കുന്നു. ഇൻഹൗസ് സർവീസ് ആകുമ്പോൾ അവിടെ നിലവിലുള്ള ജീവനക്കാരെ തന്നെ എന്താണ് അതെ. അപ്പൊ നിലവിലുള്ള സഫീറയുടെ എന്താ പറഞ്ഞേ? ഗ്രാൻഡ് ഫാദർ എന്താ പറഞ്ഞേ സഫീറ? സഫീറ പോയോ? എന്താ പറയുന്നത്? ഗ്രാൻഡ് ഫാദർ ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മേഖലയിലാണോ വർക്ക് ചെയ്തിരുന്നേ? അതാണോ ഉദ്ദേശിച്ചേ? കോൺട്രാക്ട് ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പറയുമ്പോൾ നമുക്ക് സഫീറയെ എടുത്ത് ചോദിക്കാം അല്ലെ. കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മള് ഒരു എന്താണ് ഒരു കമ്പാരിസൺ പോലെ പറയുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോ ഔട്ട്സോഴ്സിംഗും ഇൻഹൗസ് സർവീസും എന്താണെന്ന് മനസ്സിലായോ? ഇൻഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ അത്?
ഓ ഇനി അപ്പൊ അത് രണ്ടും മനസ്സിലായ മാത്രമാണ് നമുക്ക് ഈ ഒരു ബോക്സ് നോക്കിയാൽ മനസ്സിലാവുന്നത്. ബോക്സില് കമ്പാരിസൺസ് ആ പറയുന്നത്. ഇൻഹൗസ് സർവീസിലെയും ഔട്ട്സോഴ്സിംഗ് സർവീസിലെയും ഓരോരോ കാര്യങ്ങളിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് നമ്പർ. അവിടെ എത്ര ജോലിക്കാരായിരിക്കും ഉണ്ടായിരിക്കുക എന്നതിനനുസരിച്ചാണ്. ഇൻഹൗസ് സർവീസിലാകുമ്പോൾ ഫിക്സഡ് ആസ് പെർ ഓതറൈസേഷൻ അല്ലെ, അവിടുത്തെ അധികാരികളുടെ അംഗീകാരം അനുസരിച്ച് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കില്ലേ ഇൻഹൗസ് സർവീസിലാവുമ്പോൾ അല്ലെ. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളായിരിക്കും ഈ ഒരു സർവീസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത്. ഇനി ഔട്ട്സോഴ്സ് സർവീസിലാവുമ്പോഴോ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ്. ഔട്ട്സോഴ്സ് സർവീസിൽ അങ്ങനെ ഫിക്സഡ് നമ്പർ ഒന്നും ഇല്ല അല്ലെ. ജോലി ഭാരം കൂടുന്നതിനനുസരിച്ച് അവിടെ എന്താണ് അതിന് നിങ്ങൾ ഒരു കൂട്ടം ആലോചിച്ചാൽ മതി. പെട്ടെന്ന് കിട്ടും ഈ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാല് നമ്മൾ വീടൊക്കെ നിർമ്മിക്കുമ്പോ ബിൽഡ് ചെയ്യുമ്പോ നമ്മുടെ കോൺട്രാക്ട് കൊടുക്കും അല്ലെ. കോൺട്രാക്ട് കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? അത് കൊടുക്കാറുണ്ട്. അങ്ങനെ കോൺട്രാക്ട് കൊടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ ഡെയിലി ദിവസം കൂലിക്കായിട്ട് ആളുകളെ വെക്കാറുണ്ട്. അപ്പൊ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളെ ആയിരിക്കും നമ്മൾ വെക്കുക അല്ലെ, നമ്മൾ സ്വന്തമായിട്ട് വെക്കുമ്പോ. അതേസമയം ഒരു കോൺട്രാക്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളെ നമ്മൾ വെക്കുന്നതാണോ, അത് ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അവർ എത്ര ജോലിയുണ്ട് ആ ജോലിക്ക് അനുസരിച്ച് അവർ കൂടുതൽ ആളുകളെ കൊണ്ടുവരും ഇല്ലേ? കൊണ്ടുവരാറില്ലേ? ആ ഒരു വർക്ക് ലോഡ് ജോലി എത്ര, കാരണം അവർക്ക് ആ ഒരു ജോലി എത്ര പെട്ടെന്ന് നിർത്തുന്നോ അതിലൂടെയാണ് അവർക്ക് ലാഭം കിട്ടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു കരാർ അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ ഒരു വർക്ക് ലോഡിനനുസരിച്ച് അവർ ഒരുപാട് പേരെ ഒരുപാട് പേര് അത് തന്നെ ഒരു എന്താണ് നമ്മുടെ വീടിന്റെ ഒക്കെ നമ്മുടെ വാർക്കല് കാര്യങ്ങളൊക്കെ വരുമ്പോ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നാണ് അല്ലെ കുറഞ്ഞ ദിവസം കൊണ്ട് ചെയ്യുക. അതാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഒരുപാട് വർക്കിലോട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ അവിടെ കൊണ്ടുവരും. ഫിക്സഡ് നമ്പർ ഒന്നുമല്ല. ജോലി കുറവാണെങ്കിൽ ആളുകളെ കുറവേ കൊണ്ടുവരുള്ളൂ, കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ആളുകളെ കൂടുതൽ കൊണ്ടുവരാം. അപ്പൊ അതങ്ങനെ ഒന്ന് വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇൻഹൗസ് സർവീസ് ആകുമ്പോൾ ഫിക്സഡ് നമ്പർ ആയിരിക്കും. ഔട്ട്സോഴ്സിംഗ് സർവീസ് ആകുമ്പോൾ അവിടെ ജോലി ഭാരത്തിനനുസരിച്ച് ആളുകളുടെ എണ്ണത്തിൽ കൂടുതൽ വരാം, കുറവ് വരാം. ക്ലിയർ ആണോ? അത് എന്ന് പറയണ്ടല്ല. അടുത്തതാണ് കൺട്രോൾ. ആരായിരിക്കും ഈ ജീവനക്കാരെ നിയന്ത്രിക്കുന്നത്? ആരായിരിക്കും? ഇവിടെ ഇൻഹൗസ് സർവീസിൽ ആ ഹോസ്പിറ്റലുകാർ നേരിട്ട് നിയന്ത്രണം നടത്തുകയാണ് അല്ലെ. ഇൻഹൗസില് അടുത്ത ജീവനക്കാരെ നേരിട്ട് ആ ഹോസ്പിറ്റലിൽ നിയന്ത്രിക്കുന്നത്. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിലോ ത്രൂ കോൺട്രാക്ട് അവരാണ് ഹോസ്പിറ്റലിൽ നേരിട്ടൊന്നും അവരുമായിട്ട് ഒരു ഡീലിങ്സും ഉണ്ടാവില്ല. ആ കോൺട്രാക്ടറുമായിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിന് ഡീലിങ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് നിയന്ത്രിക്കുന്നത് ആ കോൺട്രാക്ടറിലൂടെയാണ്. ഔട്ട്സോഴ്സിംഗ് സർവീസില് നിയന്ത്രണം വരും. ക്ലിയർ ആണോ? അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ഡിസിപ്ലിൻ. അവിടെ ഒരു ഡിസിപ്ലിൻ എങ്ങനെയായിരിക്കും? ലോങ് ടേം അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ആണ് ഇൻഹൗസ് സർവീസിൽ. അതായത് ഒരു ഒരു നീണ്ട ഭരണ പ്രക്രിയയുടെ ഭാഗമായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രക്രിയയുടെ ഭാഗമായിട്ട് നല്ലൊരു ഡിസിപ്ലിൻ നമ്മൾ ആ ഒരു ഇൻഹൗസ് സർവീസിൽ കീപ്പ് ചെയ്യും. എന്നാൽ ഔട്ട്സോഴ്സിംഗ് സർവീസിൽ ആ വരുന്ന ജീവനക്കാരുടെ ഡിസിപ്ലിൻ നോക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുള്ള? കോൺട്രാക്ടർക്കാണ് അല്ലെ. അവര് നല്ല ഡിസിപ്ലിനോടെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇല്ലാന്നോ അതിന്റെ എത്ര റെസ്പോൺസിബിലിറ്റി ആ കോൺട്രാക്ടറിനാണ് പോകുന്നത്. അല്ലാതെ ഹോസ്പിറ്റലിൽ യാതൊരു പങ്കും അവിടെ വരുന്നില്ല. അതേസമയം ഇൻഹൗസ് സർവീസ് ആവുമ്പോൾ അവര് നേരിട്ട് കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഡിസിപ്ലിൻ ആ ഒരു അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്നും ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? അത് മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? Then fourth one ആണ് continuity of staff. എന്താണ് continuity of staffൽ പറയുന്നത്? Assures hence standard of service can be more stable. തുടർച്ചയായിട്ട് ഒരേ ജീവനക്കാർ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് വിചാരിക്കും. അപ്പൊ ഇൻഹൗസ് സർവീസിൽ അതൊരു ബെനിഫിറ്റ് ആണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് ഒരേ ജീവനക്കാർ തന്നെ ചെയ്യുമ്പോൾ അവർ ആ ഒരു ജോലിയിൽ കുറച്ചും കൂടി എക്സ്പേർട്ട് ആവാണ് അല്ലെ. കുറച്ചും കൂടി എക്സ്പേർട്ട് ആവാണ്. കൊടുക്കാൻ പറ്റും. ഇൻഹൗസ് സർവീസിന് എന്ത് ഉറപ്പ് കൊടുക്കാൻ പറ്റും? സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ ബി മോർ സ്റ്റേബിൾ. അവർ കൊടുക്കുന്ന ആ ഒരു സർവീസിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം കുറച്ചും കൂടി സ്ഥിരമാണെന്ന്, സുസ്ഥിരമായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇല്ലേ? അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിലോ ഇവിടെ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നു? സ്ഥിരമായ സ്റ്റാഫുകളെ തന്നെയായിരിക്കും അവർ കൊണ്ടുവരാ.
പഠിക്കോ? അല്ല, അവർക്ക് കോൺട്രാക്ട് ഉണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? ജോലി ഓരോരുത്തരും തീരുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ. അപ്പൊ സ്ഥിരമായിട്ട് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് സ്റ്റാഫുകള് നിലനിർത്താതെ അല്ലെങ്കിൽ തുടർന്നു പോകാത്തത് കൊണ്ട് തന്നെ അവര് കൊടുക്കുന്ന സർവീസുകളുടെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരത്തിലും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം. ക്ലിയർ ആണത്? കണ്ടില്ല? അപ്പൊ ആ ഒരു സ്റ്റാഫിന്റെ തുടർച്ചയിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്റ്റാഫുകൾ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ഇൻഹൗസ് സർവീസിലാവുമ്പോൾ അത് നല്ലൊരു ഉറപ്പ് പറയാം നമുക്ക്. അവർക്ക് കൊടുക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ഒരുപോലെ ആയിരിക്കും. അവരല്ലെങ്കിൽ പല ജോലിക്കാരാകുമ്പോ മാറി മാറി വരുമ്പോ അവർ കൊടുക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് സർവീസിലും വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ ആണോ? കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ് ഓക്കെ ആണോ? ഓക്കെ. അഞ്ചാമത്തത് ലീവ് ഓർ അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്. ചിലപ്പോ ലീവ് അല്ലെങ്കിൽ ആ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഒരു ഇൻഹൗസ് സർവീസിലാവുമ്പോ അവർക്ക് അധികം ലീവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ലീവ് റിലീഫോ കാര്യങ്ങളൊക്കെ ഉണ്ടാവോ? അധികം ഉണ്ടാവോ? ഒരുപാട് ലീവുകൾ കിട്ടുമോ? ഇല്ല. കാരണം എന്താ കാരണം? അധികം ലീവ് റിലീഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത എന്തുകൊണ്ടാ? എന്തുകൊണ്ടായിരിക്കും? ആ ദിവസേന നമ്മൾ ചെയ്യണം. അതൊരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളെ ഉള്ളൂ അല്ല. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് പെർമനന്റ് ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളെ ഉള്ളൂ. അപ്പൊ കുറച്ചുള്ള ആളുകൾ കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ ജോലികളും ഒരാൾ ലീവായാൽ അത്രയും ജോലി അവിടെ ഭാരം മറ്റുള്ളവർക്ക് കൂടുതലല്ലേ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് പുറത്തുനിന്ന് വേറെ ഒരാളെ ഇതിനു വേണ്ടി എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ വളരെ അത്യാവശ്യമാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ലീവ് കിട്ടുമെന്നല്ലാതെ ഒരുപാട് ലീവ് റിലീഫോ കാര്യങ്ങളോ ഒന്നും ഈ ഇൻഹൗസ് സർവീസിൽ ലഭ്യമല്ല. അതേസമയം ഒരു ഔട്ട്സോഴ്സിംഗ് സർവീസിലോ ഔട്ട്സോഴ്സിംഗ് സർവീസില് ലീവ് കൊടുക്കോ? ലീവ് കൊടുക്കോ? കൊടുക്കാം. അവിടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ലീവ് അവർക്ക് അനുവദിക്കാം. അത് ആ ഒരു കോൺട്രാക്ടറുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടേംസ് പ്രകാരം അവരുടെ നിബന്ധന പ്രകാരം അവരുടെ ടേംസിൽ പറയുന്നതനുസരിച്ച് ആ ഒരു ജോലിക്കാരന് എന്ത് ചെയ്യാം? ഇത്ര ദിവസത്തേക്കോ ഇത്ര വേണം എന്നുള്ളത് ആ ഒരു കരാറുകാരന്റെ ഇതിനനുസരിച്ച് അവർക്ക് ലീവ് ചോദിക്കാം. അപ്പൊ ആ കോൺട്രാക്ടറിനെ ഒരാളില്ല അപ്പൊ വളരെ അടുത്താണ് കൊണ്ടുവന്ന ആ ഒരു ജോലി ചെയ്യിക്കുന്നു അല്ലെ. അത്രയും ഉണ്ടാവുള്ളൂ അവിടെ. അല്ലാതെ ആ ഒരു ആൾ പോയി വിചാരിച്ച ആ ജോലി അവിടെ പെൻഡിങ്ങിലൊന്നും കിടക്കില്ല. മറ്റൊരാളിനെ കൊണ്ടുവരുന്നു ആ ഒരു ജോലി ചെയ്യിക്കുന്നു. അപ്പൊ അവർ ലീവ് റിലീഫ് മുതലായുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ സ്റ്റാഫുകളുടെ അവൈലബിലിറ്റി ഒക്കെ കൂടുതലുള്ളത് ഔട്ട്സോഴ്സിംഗ് സർവീസിലാണ്. ഓക്കെ ആണോ? അത് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പൊ ജോലിയെ കുറിച്ചുള്ള വിവരണങ്ങൾ ആർ ലേഡ് ബൈ അതോറിറ്റീസ്. ഇപ്പൊ ഇൻഹൗസ് സർവീസില് അവരെന്ത് ജോലി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ആ ഹോസ്പിറ്റലിലെ അധികാരികളാണ് അല്ലെ. ബന്ധപ്പെട്ട അതോറിറ്റീസ് അല്ലെങ്കിൽ അധികാരികളാണ് ആ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ജോലികൾ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കും അല്ലെ. ആണോ? ഇൻഹൗസ് സർവീസിൽ അവരല്ലേ തീരുമാനിക്കുന്നത്. ഇനി ഔട്ട്സോഴ്സിംഗ് സർവീസിലാകുമ്പോൾ ആസ് പെർ ദ ടേംസ് ഓർ റെഫറൻസ് ഓഫ് എ കോൺട്രാക്ട്, കരാറിന് പറഞ്ഞിരിക്കുന്നത് പ്രകാരം ആ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ജോലികളാണോ പറഞ്ഞിട്ടുള്ളത് ആ ജോലികളാണ് ആ കോൺട്രാക്റ്റിൽ അവരിലൂടെ ചെയ്യുന്നത് അല്ലെ. ഒരു കരാർ അടിസ്ഥാനത്തിലാവുമ്പോൾ ആ കോൺട്രാക്റ്റിൽ ആ ഒരു കരാറിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ ജോലികൾ മാത്രം ഇവർ ചെയ്താൽ മതി അല്ലെ. അതേസമയം ഇൻഹൗസ് സർവീസിൽ അങ്ങനെ പറ്റോ? ഞാൻ എന്നോട് പറഞ്ഞ ജോലി മാത്രമേ ചെയ്യൂ എന്ന് ആ ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് പറയാൻ പറ്റോ? ഇല്ല. അവരെ അധികാരികൾ എന്തൊക്കെ ജോലിയാണോ അവർ പറയുന്നത് ആ ജോലിയൊക്കെ അവർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഔട്ട്സോഴ്സിംഗ് ആവുമ്പോൾ അവരുടെ കരാറിൽ പറഞ്ഞിരിക്കുന്ന ജോലികൾ മാത്രമായിരിക്കും അവർക്ക് ചെയ്യേണ്ടി വരിക. ക്ലിയർ ആണല്ലോ? ലാസ്റ്റ് വരുന്നത് എൻഷുറിംഗ് ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ. ഇൻഹൗസ് സർവീസിൽ ചില സമയങ്ങളിൽ നമുക്ക് ഗുണനിലവാരം ഉറപ്പാക്കാനായിട്ട് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കാരണം എന്തായിരിക്കാം? ഇവിടെയും ആ സ്റ്റാഫുകളുടെ എണ്ണത്തിലുള്ള കുറവ്. കാരണം ഫിക്സഡ് നമ്പർ ഓഫ് ആളുകളാണ്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ചിലപ്പോൾ തിരക്കൊക്കെ കൂടുന്ന സമയത്ത് എല്ലാ ഇടങ്ങളിലും നല്ല രീതിയിൽ വൃത്തിയാക്കാനോ ചെയ്യാനോ ചിലപ്പോൾ ഈ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ആളുകൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അല്ലെ. ചില സമയങ്ങളിൽ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവർക്ക് അപ്പൊ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് തിരക്കുള്ള ഇടങ്ങളിലാണെങ്കിൽ അവരെന്ത് ചെയ്യും? കാരണം മുഴുവനും പിന്നെയും പിന്നെ വഴുപ്പായിക്കൊണ്ടിരിക്കും. ജസ്റ്റ് വെറുതെ ഒരു പേരിന് വേണ്ടിയിട്ടൊന്ന് തുടച്ചിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടോ?
അതേസമയം നമുക്കധികം തിരക്കില്ലാത്ത, അതായത് ഒരുപാട് സമയമില്ല, ഒരുപാട് ജോലി ഇല്ലാത്തൊരു സമയമാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട് ചെയ്യും. കാരണം നമുക്ക് അവിടെ സ്റ്റാഫുകളുടെ എണ്ണം കുറവാണ്. അവിടെ നിന്ന് ക്ഷമയോടുകൂടി അത് ചെയ്യാനായിട്ടുള്ള സമയവും ചിലപ്പോൾ അവർക്ക് ലഭ്യമായിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ പറയുന്ന ക്വാളിറ്റി ചിലപ്പോൾ നിലനിർത്തുക എന്ന് പറയുന്ന ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അതേസമയം ഔട്ട്സോഴ്സിംഗ് സർവീസിലോ അവരോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അവരുടെ കോൺട്രാക്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ക്വാളിറ്റി എവിടെയൊക്കെ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യണം അല്ലെ. ആ കരാറിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ എന്താ പറ്റുക, ആ ഒരു കോൺട്രാക്ട് പ്രകാരം കൃത്യമായിട്ടുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പെനാൽറ്റി കിട്ടും അല്ലെ. അവർക്ക് ഫൈൻസ് അല്ലെങ്കിൽ പണിഷ്മെന്റുകൾ അല്ലെങ്കിൽ പിഴകൾ അവരിൽ നിന്ന് ഈടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലെ. മാക്സിമം ആളുകളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലെ. അതാണ് അവിടെ ഉണ്ടാവുന്നത്. ഔട്ട്സോഴ്സിംഗ് സർവീസിലെ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പെൽഡ് ഔട്ട്. എങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള കാര്യങ്ങളാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ആ ഒരു കരാറിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇൻബിൽ പെനാൽറ്റീസ് ഫോർ പുവർ പെർഫോമൻസ്, അവർ പെർഫോമൻസ് വളരെ പുവർ ആണെങ്കിൽ അവർക്ക് പെനാൽറ്റി അല്ലെങ്കിൽ പിഴകൾ അവരിൽ നിന്ന് ഈടാക്കാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ മാക്സിമം നമ്പർ ഓഫ് ആളുകളെ വെച്ചുകൊണ്ട് ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ ശ്രമിക്കും. ഇപ്പൊ വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു ബോക്സ് ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാം കേട്ടോ. Sixth point. ജോബ് ഡിസ്ക്രിപ്ഷൻ ആണോ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ അവർക്കിപ്പോ ഒരു ഇൻഹൗസ് സർവീസിലുള്ള ഒരു ജീവനക്കാരൻ, അപ്പൊ അവരോട് പറയാണ്, അപ്പൊ അവർക്ക് ഇങ്ങനെ കുറച്ച് ജോലികൾ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതല്ലാതെ അവരുടെ അധികാരികൾ പറയുന്ന മറ്റെന്ത് ജോലിയാണെങ്കിലും അത് അവർ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻഹൗസ് സർവീസിലാവും. അതേസമയം നമ്മുടെ ഔട്ട്സോഴ്സിംഗ് സർവീസിൽ എന്ന് പറഞ്ഞാല് ഒരു കൃത്യമായിട്ട് അവരുടെ കോൺട്രാക്റ്റിൽ ഇന്ന ജോലികൾ മാത്രം ചെയ്താൽ മതി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ജോലികൾ മാത്രം ഇവർ ചെയ്താൽ മതി. അല്ലാതെ ഹോസ്പിറ്റലിലെ മറ്റ് എക്സ്ട്രാ ഡ്യൂട്ടീസ് കാര്യങ്ങളൊന്നും ആര് ചെയ്യേണ്ടതായിട്ട് വരില്ല, ഈ ഔട്ട്സോഴ്സിങ്ങിലുള്ള ജീവനക്കാർ ചെയ്യേണ്ടതായിട്ട് വരില്ല. കാരണം അവരുടെ കോൺട്രാക്റ്റിൽ ഇത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ ചെയ്യേണ്ടതായിട്ട് വരില്ല. അതേസമയം ഇൻഹൗസ് സർവീസിലുള്ള ആളുകൾക്ക് അങ്ങനെ കോൺട്രാക്റ്റോ കാര്യങ്ങളോ നിബന്ധനകളോ ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ അധികാരികൾ ഏതൊക്കെ ജോലികൾ ചെയ്യണമെന്നാണോ അവരോട് പറയുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് ആ ജോലികൾ അവർ ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണോ അത്? ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് പോവാണേ. നെക്സ്റ്റ്, ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലം എന്തൊക്കെയാണ്? അപ്പൊ നല്ല രീതിയിൽ ഒരു ഹൗസ് കീപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിലൂടെ നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടും? ഒന്നാമത്, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ അല്ലെ. ഇൻഫെക്ഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാനും ഒഴിവാക്കാനും സാധിക്കും. ഇല്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ഒക്കെ പഠിച്ചതല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാനും ഒഴിവാക്കാനും നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. രണ്ടാമത്, കർട്ടൈൻ ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് വെച്ചാൽ എന്താ, ആ ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുന്നതിന്റെ ആ ഒരു ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നപ്പോ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഹൗസ് കീപ്പിംഗ് സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു രോഗമായിട്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതും അവിടെ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയം ഇപ്പൊ നമുക്കൊരു എന്തെങ്കിലും ഇപ്പൊ ഒരു വയറുവേദനയായിട്ട് പോയിരിക്കുന്നത് വിചാരിക്കും.
അപ്പൊ നമ്മൾ 2 ദിവസം ഡോക്ടർ പറഞ്ഞു നമ്മളൊന്ന് കിടന്ന് ഒരു ഒബ്സർവേഷൻ ഒക്കെ ചെയ്യണം, നമുക്ക് ഒന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ആണെങ്കിൽ പോവാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ആ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഒരു ഇൻഫെക്ഷൻ കിട്ടുകയാണെന്ന് വിചാരിക്കാം. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ കുറച്ച് ദിവസം കൂടി പിന്നെയും കിടക്കേണ്ടതായിട്ട് വരുമോ? അല്ലേ? ആ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടി കിടക്കേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിക്കവർ ആയി പോരാനും അതുപോലെ തന്നെ അവിടെ അവർ താമസിക്കുന്ന ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുടെ ആ ഒരു ലെങ്ത് കൂട്ടാതെ ഒരു ദൈർഘ്യം കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, പെട്ടെന്ന് റിക്കവർ ആവും. അതെ, മൂന്നാമത്തെ പോയിന്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് മെഡിക്കൽ കെയർ. അപ്പൊ ഇങ്ങനെ ആ ഒരു അധിക ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും കുറയും? എന്തു കുറയും? ആ ചികിത്സ എത്ര ദിവസമാണോ കൂടുതൽ കിടക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചിലവ് കൂടും അല്ലെ? അതേസമയം എത്ര ദിവസത്തിന് മുമ്പേ നമ്മൾ പോരുന്നോ അതിനനുസരിച്ചുള്ള ആ ഒരു ചികിത്സാ ചെലവിലും കുറവ് വരുത്താനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പേഷ്യൻസ് സഫറിങ്, എന്താ പേഷ്യൻസിന്റെ ആ ഒരു സഫറിങ് അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ചില ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ അത് പ്രധാനമായിട്ടും ഇവിടെയുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാവാം, അല്ലെങ്കിൽ ചില ഹോസ്പിറ്റലൊക്കെ ഒരു വൃത്തിയില്ലായ്മ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ഒരാളുടെ പബ്ലിക് ആയിട്ടുള്ള നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബാത്റൂംസ് കാര്യങ്ങളൊക്കെ ആവും നമുക്ക് ഭയങ്കര വൃത്തികേടായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ച് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലെ? അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ബന്ധപ്പെട്ട ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ പറ്റും അല്ലെ? നല്ല ഹൗസ് കീപ്പിംഗ് സർവീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവിടെ എപ്പോഴും ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി നീറ്റായിട്ടിരിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സഫറിങ്സ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസ് വഴി സാധിക്കുന്നുണ്ട്. ഇന്റൻസിറ്റീസ് പബ്ലിക് റിലേഷനിലുള്ള ഒരു തീവ്രത. കാരണം നമുക്ക് എന്താ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലെ? അപ്പൊ പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു നല്ല രീതിയിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസുകളാണ് ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഹോസ്പിറ്റലിനോടുള്ള ഒരു പബ്ലിക് റിലേഷൻ നമുക്ക് തീവ്രതന്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു തീവ്രത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ഇൻക്രീസസ് എന്താണ്? പോപ്പുലാരിറ്റി നമുക്ക് കേട്ടോ അവിടെ increases popularity. ആ ഹോസ്പിറ്റലിന്റെ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ജനപ്രീതി ഇതിലൂടെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. മോർ വിസിറ്റ് ഓഫ് പേഷ്യൻസ്. ഒരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ പിന്നെയും ആളുകൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ വിസിറ്റ് ചെയ്യാൻ വരും അല്ലെ? കൂടുതൽ സന്ദർശനത്തിനായിട്ട് പിന്നെയും രോഗികൾ കൂടുതൽ സന്ദർശനത്തിനായിട്ട് വരും. അതെ, കൂടുതൽ പേഷ്യൻസ് കൂടും. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ അവിടെ. സാറ്റിസ്ഫാക്ഷൻ ആണ് ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ പേഷ്യൻസിന് വരുന്ന ഓരോ പേഷ്യൻസിനും സംതൃപ്തിയും നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു ഹൗസ് കീപ്പിംഗിന്റെ ഔട്ട്കം അല്ലെങ്കിൽ ഫലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കാനും അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ ഹോസ്പിറ്റലിൽ താമസിക്കുന്നതിന്റെ ആ ഒരു ദൈർഘ്യം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ചികിത്സാ ചിലവ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു തീവ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. കൂടുതൽ പേഷ്യൻസിന്റെ സന്ദർശനം ഇതിലൂടെ ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന് വരുന്ന ഓരോ പേഷ്യൻസിനും വളരെ സംതൃപ്തിയോടെ പോവാനായിട്ട് അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ് ഏതൊന്ന് വായിച്ചു നോക്കിയത്? വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ചോദിക്കാറുണ്ട് കേട്ടാ. ഗുഡ് ഹൗസ് കീപ്പിംഗിലെ ഔട്ട്കംസില് ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്തതാണ്, വാട്ട് ഈസ് എ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്? എന്താണ് ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്? A hospital housekeeping checklist is used by hospital housekeepers to encourage a sterile environment in patient rooms and avoid the spread of hospital-acquired infection. ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. ഒന്നാമത്തത്, ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ആരാണ്, ഉപയോഗിക്കുന്നത് ആരാ? ഒരു ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ അതാണ് വരാറ്. രണ്ടാമത്തത്, എന്തിനു വേണ്ടിയാണ് ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാ? ടു എൻകറേജ് എ സ്റ്റെറൈൽ എൻവയോൺമെന്റ് ഇൻ പേഷ്യന്റ് റൂംസ്. രോഗികളുടെ മുറികളില് ഒരു സ്റ്റെറൈൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനോ അവോയ്ഡ് ദ സ്പ്രെഡ് ഓഫ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിന്റെ സ്പ്രെഡ് ആവുന്നത് അല്ലെങ്കിൽ പകരുന്നത് തടയുന്നതിനും വേണ്ടിയിട്ടാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസ് വരാറുള്ള ഭാഗമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Then the checklist has been formed to make it easier for hospital to follow hospital housekeeping standard operating procedure. ചോദിക്കാറുണ്ട് കേട്ടോ. SOP യുടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. SOP, standard operating procedure. For SOP, standard operating procedures such as high touch surfaces, room zoning and cleaning path. അതായത് ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ആരാ? അതേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ആരാ? ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ആണ് അത് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി എന്തിനു വേണ്ടിയാണ് ഈ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നത്? പേഷ്യൻസിന്റെ റൂം, രോഗികളുടെ മുറികളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു അണുവിമുക്തമായ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിനെ, അതിന്റെ ആ ഒരു പകരുന്നതിനെ തടയുന്നതിനും വേണ്ടി ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ചെക്ക് ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ചെക്ക് ലിസ്റ്റ്? ഹാസ് ബീൻ ഫോർഡ് എന്തിനു വേണ്ടി രൂപീകൃതമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആണ്? To make it easier for hospital to follow hospital housekeeping standard operating procedure. അതായത് SOP, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ആ ഒരു ഹൗസ് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളും എങ്ങനെ നടക്കണം, ഏത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏത് നിലവാരത്തിലായിരിക്കണം അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും വരേണ്ടത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞിട്ടുള്ള ഈ ചെക്ക് ലിസ്റ്റ് എന്തിനു വേണ്ടിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്? ആ ഹോസ്പിറ്റലിന് എളുപ്പത്തിൽ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യാൻ വേണ്ടി. അതിനോടെ ഹൈ ടച്ച് സർഫസസുമായി ബന്ധപ്പെട്ട ക്ലീനിങ് ആവാം, അല്ലെങ്കിൽ റൂം സോണുകൾ, റൂമുകൾ പല പല ഇതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് തിരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലീനിങ് ആവാം, അല്ലെങ്കിൽ ക്ലീനിങ് പാത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വഴികളുടെ ക്ലീനിങ് ആവാം. ഇങ്ങനെയുള്ള ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ നടപടിക്രമങ്ങളും വളരെ കൃത്യമായും എളുപ്പത്തിലും ആ ഹോസ്പിറ്റലിന് ഫോളോ ചെയ്ത് നടപ്പിലാക്കാൻ വേണ്ടി രൂപീകൃതമായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ആണ് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നും ആ ചെക്ക് ലിസ്റ്റിൽ എങ്ങനെയായിരിക്കും ഓരോരോ കാര്യങ്ങളും എങ്ങനെയായിരിക്കണം അവിടുത്തെ ഡ്യൂട്ടീസ്, പേഷ്യൻസിന്റെ റൂമുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡ്യൂട്ടീസും പ്രൊസീജിയേഴ്സും ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടത്. അതുപോലെ ഓരോരോ വിഭാഗവുമായി ബന്ധപ്പെട്ട അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഒരു ചെക്ക് ലിസ്റ്റിൽ കൊടുത്തിരിക്കുക. ആ ഹോസ്പിറ്റൽ എളുപ്പത്തിൽ അത് ആ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റുകൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആണോ? അത് ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്.
അടുത്തതായിട്ട് ഇനി ഇതിനെ നമ്മൾ കുറച്ച് ആ ഒരു ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഹൗസ് കീപ്പേഴ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഇപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ആളുകൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ക്ലീനിങ് ഡ്യൂട്ടികളുണ്ട്. അതാണ് ഇനി പറയുന്നത് മുഴുവൻ. അതായത് ഒന്നാമത്തത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ്. രോഗികളുടെ റൂമുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലീനിങ് ഡ്യൂട്ടികളാണ് ആ ഒരു ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്കുള്ളത്. അതിൽ ഒന്നാമത്തതാണ് വാഷ് ആൻഡ് സാനിറ്റൈസ് ഹാൻഡ്സ് വെയർ ഡിസ്പോസിബിൾ ഗ്ലൗസ്. അപ്പൊ ഇവരൊരു പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഒരു പേഷ്യന്റിന്റെ റൂം ഒരു ഹൗസ് കീപ്പിംഗ് നിങ്ങൾ കണ്ടുകാണല്ലോ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കുമ്പോൾ അവര് ക്ലീൻ ചെയ്യാൻ വരാറില്ലേ? കണ്ടിട്ടില്ലേ? ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ ക്ലീൻ ചെയ്യാൻ വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് വരുന്നതൊന്ന് ആലോചിക്കാം. ഒരു റൂമിലേക്ക് അവർ ക്ലീൻ ചെയ്യാൻ വരാണ്. ഒരു പേഷ്യന്റിന്റെ റൂം ക്ലീൻ ചെയ്യാൻ വരാണ്. അപ്പൊ അവർ ആദ്യം എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? അവര് കൈ നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഗ്ലൗസ് ധരിക്കണം അല്ലെ? അവരാദ്യം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ പറയുന്നത്. രണ്ടാമത്തത് ക്ലീനിങ് കാർട്ടിംഗ് ഹോൾ. ഒരു ഹോളിൽ അല്ലെങ്കിൽ ഒരു റൂമാണ് അവര് ക്ലീൻ ചെയ്യാൻ വരുന്നതെങ്കിൽ അതിന്റെ സെന്ററിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലീനിങ് കാർട്ട് ആ ഒരു ഹോളിൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലെ? ക്ലീനിങ് കാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? മോപ്പും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാർട്ട് കൊണ്ടുവരുന്ന ആ ഒരു വണ്ടി ഉണ്ടാവുന്നുണ്ടോ? നമുക്കില്ലേ? അത് ഉണ്ട്. അപ്പൊ അതാണ് ആ ഒരു എവിടെയാണോ ക്ലീൻ ചെയ്യുന്നത് ആ ഒരു റൂമിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. സെറ്റ് അപ്പ് എ സേഫ്റ്റി സൈൻ ഔട്ട്സൈഡ് ദ ഡോർ. അതായത് ഇപ്പൊ ഒരു റൂമാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ആ റൂമിന്റെ ഡോറിന് പുറത്തായിട്ട് ഒരു സേഫ്റ്റി സൈൻ, ഒരു അപകടവും ഒരു സുരക്ഷ കിട്ടണമെന്നത് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപകടം മുന്നറിയിപ്പ് പോലെ ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ക്ലീനിങ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് ഇപ്പോ ചിലപ്പോൾ അറിയാതെ ഒരാൾ ആ റൂമിലേക്ക് കയറി വരുമ്പോൾ ചിലപ്പോൾ സ്ലിപ്പായിട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എപ്പോഴും എന്ത് ചെയ്യണം? ആ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആ ഒരു അടയാളം അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. ഇത്രയും 2 പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ പോയിന്റ്? ഓക്കെ. അടുത്തത് ഇൻസ്റ്റന്റ്ലി സ്ട്രെയിറ്റൻ റൂം. അതായത് ഇപ്പോ ഒരു വേക്കന്റ് ആയിട്ടുള്ള റൂമാണ്, ഒരു പേഷ്യന്റ് ഇല്ല, വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ റൂമാണ് ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ അവിടെ പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല അല്ലെ? നമുക്കത് എന്ത് ചെയ്യാം? നേരെയാക്കാം. ട്രാഷ് ക്യാൻസ്. ഇപ്പൊ ചവറ്റുകുട്ടികൾ കാര്യങ്ങളൊക്കെ എല്ലാ പേഷ്യന്റ് റൂമിലും ഉണ്ടാവുമല്ലോ അല്ലെ? ചവറുകളൊക്കെ വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻസ് ഉണ്ടാവില്ലേ? ഒരു ചവറ്റുകുട്ടി ഉണ്ടാവില്ലേ? അതൊക്കെ എന്ത് ചെയ്യുക? ഉടനെ തന്നെ അതിന് പകരം ഒന്ന് റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് മാറ്റി പുതിയൊരു എംറ്റി ആയിട്ടുള്ള ഒരെണ്ണം കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യും. അടുത്തത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് സർഫസസ് ഏരിയാസ്. നമ്മൾ ഏറ്റവും ഒരു പേഷ്യന്റ് റൂമില് ഏറ്റവും കൂടുതൽ നമ്മൾ സ്പർശിക്കുന്ന, ഉയർന്ന രീതിയിൽ സ്പർശിക്കുന്ന കുറെ പ്രതലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഏതൊക്കെയാ? ഇപ്പൊ ഫാനിന്റെ സ്വിച്ച് ആവാം, അല്ലെങ്കിൽ ലൈറ്റിന്റെ സ്വിച്ച് ആവാം അല്ലെ? ഡോർ ഹാൻഡിലുകളാവാം. അങ്ങനെ നമ്മൾ എപ്പോഴും ഏറ്റവും കൂടുതൽ ടേബിളുകളാവാം, അങ്ങനെ ഡോർ ആവാം, അങ്ങനെ എവിടെയായിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ടച്ച് ചെയ്യുന്ന ഏരിയാസ് ഒക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. അടുത്തത് ഡസ്റ്റ് എയർ വെന്റ്സ്. അതായത് എയർ പാസ് ചെയ്യുന്ന വെന്റിലേഷനുമായി ബന്ധപ്പെട്ട് പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. ലൈറ്റുമായി ബന്ധപ്പെട്ട് അല്ലെ? ചില ലൈറ്റ്സിലേക്ക് ഇപ്പൊ മാറാലെയും കാര്യങ്ങളോ പൊടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇപ്പൊ ചില പേഷ്യന്റ് റൂമുകളിൽ ടെലിവിഷൻ TV ഒക്കെ ഉണ്ടാവില്ലേ? TV സെറ്റുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കുക. വിൻഡോ സിൽസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ജനാലയുടെ ഈ വിൻഡോന്റെ ഒക്കെ അടിയിൽ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഭാഗം, ഒരു നീളത്തിലുള്ള ഒരു ഏരിയയില് ചെറുതായിട്ട് നമുക്ക് മൊബൈലോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഏരിയ കണ്ടിട്ടില്ലേ? നമ്മുടെ വീടുകളിലൊക്കെ ജനാലിന്റെ താഴെ ഉണ്ടാവും അല്ലെ? ഒരു ലോങ് ഏരിയ, നീളത്തിലുള്ള ഏരിയ. അവിടെ പൊടികളൊക്കെ പിടിച്ചിട്ട് നമ്മൾ കാണില്ല. അങ്ങനെയുള്ള ഏരിയാസിലേക്ക് ഡസ്റ്ററിങ് പൊടികളൊക്കെ തൂത്ത് വൃത്തിയാക്കുക. ബെഡ് സൈഡ് കൊമ്പോഡ്. എന്താണ് ബെഡ് സൈഡ് കൊമ്പോഡ്? ഇപ്പൊ ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ചെറിയ പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് കൊടുക്കാറില്ലേ? ടോയ്ലറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കണ്ടിട്ടില്ലേ? അത് ഹോസ്പിറ്റലിൽ ആവശ്യമുള്ളവർക്ക് മാത്രം ചെറിയ പോലത്തെ ഒരു സെറ്റപ്പ്, അതാണ് ബെഡ് സൈഡ് കൊമ്മോഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ റൂമിൽ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്യുകയും സ്റ്റെറിലൈസ് ചെയ്യുകയും ചെയ്യണം. Then wipe down
കൗണ്ടർ ടോപ്സ്, ഇപ്പൊ ടേബിളിന്റെ ഒക്കെ മുകളിലുള്ള കൗണ്ടർ ടോപ്പുകള്, ഫർണിച്ചറുകള് കൃത്യമായിട്ട് പൊടികളോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഡിസിൻഫെക്ട്, ഡോർ ഹാൻഡിൽ മുതലായവയൊക്കെ എന്തായാലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, അണുനശീകരണം ചെയ്യുകയും വേണം. ഇത്രയും ഒരു പേഷ്യന്റിന്റെ റൂമുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യേണ്ട ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കി, ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ചോദിക്കാം. 7th പോയിന്റ് കൗണ്ടർ ടോപ്പ് എന്ന് പറയുമ്പോൾ ടേബിള് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, കൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും റൂമിൽ അല്ലെ, ടേബിൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അതിന്റെയൊക്കെ മുകളില് പൊടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കണം. അതുപോലെ തന്നെ ഫർണിച്ചറിന്റെ മുകളിൽ അങ്ങനെ എന്തെങ്കിലും ഡസ്റ്റോ കാര്യങ്ങളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഡിസിൻഫെക്ടന്റ് ഡോർ ഹാൻഡിലുകൾ, ഡോറൊക്കെ നമ്മൾ എപ്പോഴും തുറന്നു അടയ്ക്കുകയും ചെയ്യുന്നത്, പല പേർക്ക് വിസിറ്റേഴ്സ് വന്നാലൊക്കെ അത് തുറന്നല്ലേ വരുന്നത്. അപ്പൊ അവിടെയൊക്കെ എപ്പോഴും നല്ല രീതിയിൽ ഡിസിൻഫെക്ടന്റ് ചെയ്യുക അല്ലെങ്കിൽ അണുമുക്തമാക്കുക എന്ന് ഉദ്ദേശിക്കുക. തേർഡ് പോയിന്റ് എന്ന് പറയുമ്പോ റൂം വേക്കന്റ്, അതായത് ഇപ്പൊ വേക്കന്റ് ആയിട്ടുള്ള റൂമാണ്. ഇപ്പൊ നമുക്ക് വേക്കന്റ് ആയിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്, ഒരു പേഷ്യന്റ് റൂമാണ് ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ പിന്നെ അവിടെ നമ്മൾ വേറെ ഒരു കാര്യം നോക്കണ്ട, നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ ഉടനെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നേരെയാക്കാനും. അതുപോലെ തന്നെ ട്രാഷ് ക്യാൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്ത് നല്ലൊരെണ്ണം പുതിയത് അല്ലെങ്കിൽ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരെണ്ണം റീപ്ലേസ് ചെയ്യാനും സാധിക്കും. ക്ലിയർ ആണോ? ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂംസ് ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് തേർഡ് മോഡ്യൂളിൽ എല്ലാം കഴിഞ്ഞിരുന്നു എല്ലാ ചാപ്റ്റേഴ്സും? ഏതൊക്കെയാണ് തേർഡ് മോഡ്യൂളിൽ എടുക്കാനുള്ളത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ? മറ്റതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഓക്കെ, അപ്പൊ മിസ് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു നോട്ട് ഒന്ന് കയ്യിൽ കരുതിയേക്കണേ. ഈ ഒരു ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് ഭാഗം കൂടി ഉള്ളൂ, എളുപ്പത്തിന് കഴിയും. അപ്പൊ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് തരാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ നോട്ട് ഒന്ന് കയ്യിൽ കരുതണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ. താങ്ക് യു.